ഹലോ, വെൽക്കം ബാക്ക് ടു നാസ് ക്രിയേഷൻസ്. ഷീനിന്നുള്ള ഷീ ഗ്ലാം പ്രോഡക്ട്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കുറേ റിവ്യൂസായി അത് കാണുന്നു. അപ്പം ഭയങ്കര എന്താ പറയുന്നത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത് യൂസ്ഫുള്ളും ആണ് എന്ന് കണ്ടതുകൊണ്ട്, ഒത്തിരി പേര് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചതാണ്. അതെ, അലോഷിയാണെങ്കിൽ ഇവിടെ മിക്കവാറും അതെല്ലാം പൊട്ടിച്ച് കളയുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് താമസിയാതെ നമുക്ക് വീഡിയോ തുടങ്ങാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഷീ ഗ്ലാമിൻ്റെ ഗുഡ് ഗ്രിപ്പ് ഹൈഡ്രേറ്റിംഗ് പ്രൈമർ. ഇത് വളരെ നല്ലതാണ്. ഞാനത് യൂസ് ചെയ്തു. ഞാനങ്ങനെ പ്രൈമർ സാധാരണ യൂസ് ചെയ്യാത്തതായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഞാൻ പ്രൈമർ സ്റ്റാർട്ട് ചെയ്തു. നല്ല ഗുഡ് ഗ്രിപ്പ്, ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. ഞാൻ അതിൻ്റെ ബോട്ടിൽ കാണിച്ചു തരാം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ഥിരം ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇത് യൂസ് ചെയ്യുന്നതാണ്. കണ്ടോ, നല്ല ബോട്ടിലാണ്. ഇതാണ് ഫസ്റ്റ്. പിന്നെ ഞാൻ പറയുന്നത് ഷീ ഗ്ലാമിൻ്റെ സെറ്റിംഗ് സ്പ്രേ. ഇത് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം ഇത് സ്പ്രേ ചെയ്യുന്നതാണ്. ഇതും ഞാനിപ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ്. നല്ലതാണ്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്കും യൂസ് ചെയ്യാം കേട്ടോ. ആണ് സെക്കൻഡ് പ്രോഡക്റ്റ്. ഇനി മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ലിക്വിഡ് ഹൈലൈറ്ററാണ്. ലിക്വിഡ് ഹൈലൈറ്റർ ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം വാനില ഫ്രോസ്റ്റും ബെലിനി ബ്രഞ്ച് എന്ന് പറഞ്ഞതാണ്. ഞാൻ കാണിച്ചു തരാം. നല്ല ഫാൻസി ബോട്ടിലാണ് കേട്ടോ. ബെലിനി ബ്രഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു കളറാണ്. ഓക്കെ, ഇനി വാനില ഫ്രോസ്റ്റ്, നമുക്ക് അത് നോക്കാം. വാനില ഫ്രോസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് വാവ്, വേണ്ടോ, ഇച്ചിരി കൂടി ലൈറ്റർ ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ഞാൻ മേടിച്ചിരിക്കുന്ന ഹൈലൈറ്റർ. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചാർക്കോൾ നോസ് സ്ട്രിപ്സ് ആണ്. ഇത് ഇവിടുത്തെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ മാറ്റുന്നത്. ഇത് 10 സ്ട്രിപ്പ് ഈ പെട്ടിയിലുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലതായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ നോസൊക്കെ ഭയങ്കര ക്ലീൻ ആയതുപോലെ എനിക്ക് നല്ല ഫീലിംഗ് ആയിരുന്നു. നല്ല ഇതാണ് കേട്ടോ. ഭയങ്കര ചീപ്പ് റേറ്റുമാണ്. അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇതാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ മേടിച്ചിരിക്കുന്നത് വോള്യൂമൈസിങ് മസ്കാര. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാനൊരു ഗ്രീൻ ഒരെണ്ണമാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് വേറൊരെണ്ണം ഞാൻ മേടിച്ചതാണ്. എനിക്ക് ഒരുമിച്ച് പൊട്ടിക്കാനാണ്. ഇതിനെക്കുറിച്ച് നല്ല റിവ്യൂസ് വന്നതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ദേ, ഇങ്ങനെ നല്ല ഭംഗിയില്ലേ, ആ കളർ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഓക്കെ, നല്ല ഇതാണ് മസ്കാര. ആരാ എൻ്റെ കൂടെ ഹോൾ ചെയ്യാൻ വന്നിരിക്കുന്നത്? അലോഷി. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് ചെയ്യാം. ഇത് പറഞ്ഞാൽ ജോജോബ ഓയിൽ ഹെയർ മാസ്ക് ആണ്. ഇപ്പോൾ പ്രഗ്നൻസിക്ക് ശേഷം ഇച്ചി ഹെയർ ഫോൾ കൂടുതലാണ്. താങ്ക്സ് ടു അലോഷി അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറേ ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇത് ഞാൻ ചെയ്തതാണ്. ജോജോബ ഹെയർ മാസ്ക് എന്ന് പറയുന്നത് അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്, റിവ്യൂ കണ്ടതുകൊണ്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇത് 225 ഗ്രാം 225 ഗ്രാമാണ്. ഇത് $9 സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് എനിക്ക് യൂസ് ചെയ്യാനുണ്ട്. ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. പിന്നെന്താണ്, പിന്നെ വരുന്നത് ഇത് അണ്ടർ ഐ സെറ്റിംഗ് പൗഡർ ഡ്യൂ ആണ്. ഫേസ് ആൻഡ് അണ്ടർ ഐ സെറ്റിംഗ്. നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ പാക്കേജിങ്ങും എന്താ പറയുക, ഇതിൻ്റെ പാക്കേജിങ്ങും പെട്ടികളും ഒക്കെ ശരിക്കും നല്ല സൂപ്പർ, നല്ല ബ്രാൻഡഡ് സാധനങ്ങളില്ലേ, അതുപോലത്തേതാണ്. ഇത് ഇങ്ങനെയാണ് പെട്ടിയിരിക്കുന്നത്. ഇതിപ്പം മോൾ ഭാഗം എന്ന് പറയുന്നത് കണ്ടോ, സെറ്റിംഗ് കോമ്പാക്റ്റായിട്ടിരിക്കുന്നത്. അടിയിൽ ലൂസ് പൗഡർ. ഞാൻ തുറക്കുന്നില്ല,
അത് ഇച്ചിരി ഇങ്ങനെ പറക്കുന്ന ടൈപ്പാണ്. ഇതാണ് അടുത്തത്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോവാം. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഷീ ഗ്ലാമിൻ്റെ സ്കിൻ ഫിനിറ്റ് ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ. ഇതാണ് കേട്ടോ. നമുക്കൊന്ന് തുറന്നു നോക്കാം. ന്യൂഡ് എന്നാണ് ഇതിൻ്റെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇത് യൂസ് ചെയ്യേണ്ട ഉണ്ട്. അലോഷി വാവ്, കണ്ടോ, ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. വാവ്, സൂപ്പർ അല്ലേ? ഇതെങ്ങനെയാണ് തുറക്കണേ? ഓക്കെ, ഇങ്ങനത്തെ അടപ്പാട്ടോ. അടുത്തെന്ന് പറയുന്നത് ഇതേ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഞാനൊരു ബ്രൗൺ വേരിയൻറ്റിലാണ് മേടിച്ചിരിക്കുന്നത്. വരുന്നില്ലല്ലോ. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഇതാണ് ഷെയ്ഡ് എന്ന് പറയുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഇന്ത്യൻ ഷെയ്ഡ്സിൽ ഒക്കെ ഇത് നന്നായിട്ട് ചേരും. അപ്പോൾ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മൾ ഒരു പ്രോഡക്റ്റും കൂടെ ഉണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ ശരിക്കും ഷീ ഗ്ലാമിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ മിസ്ലിൻ എന്നാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഒരാൾ എവിടേക്കാണ് കയറിയിരിക്കണേ? കുഞ്ഞിവിടെ ഇരുന്ന് മമ്മിയുടെ കൂടെ ഇത് റിവ്യൂ ചെയ്യാൻ ഇരുന്ന് ബാ, ഇനി വാ. അപ്പം ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഷീ ഗ്ലാമിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മിസ്ലിൻ എന്നാണ് അതിൻ്റെ അകത്ത് പേര് എഴുതിയിരിക്കുന്നത്. കൺസീലറാണ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്തായിരുന്നു. ഇച്ചിരി ലൈറ്റർ ഷെയ്ഡാണോ എനിക്കൊരു ഡൗട്ടുണ്ട്. പാക്കേജിംഗ് ഒക്കെ സൂപ്പറാണ്. പാക്കേജിങ് നല്ല സൂപ്പറാണ്. ഇത് ഇച്ചിരി ലൈറ്റർ ഷെയ്ഡാണെന്ന് തോന്നുന്നു. ഞാനന്ന് യൂസ് ചെയ്തപ്പോഴും ക്വാണ്ടിറ്റി കൂടിപ്പോയിട്ടാണെന്ന് അറിയിച്ചിട്ട് ഇച്ചിരി ഓവർ പോലെ ഇരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ മിനിമൽ ഒരു വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു കൺസീലർ എനിക്ക് നോക്കണം. ഇത് മാത്രമേ എനിക്കൊരു ഞാൻ വലിയ ഹാപ്പി അല്ലാത്തതുണ്ടായിരുന്നുള്ളൂ. അത് ചിലപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ തെറ്റായിരിക്കാം. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഷീനിന്ന് മേടിച്ചതാണ്. ഷീ ഗ്ലാമിൻ്റെ ബ്യൂട്ടി പ്രോഡക്റ്റ്സാണ്. വളരെ ഭയങ്കര നല്ല പ്രൈസസുമാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതുമാണ്. ഷീ ഗ്ലാം പ്രോഡക്ട്സിനെ കുറിച്ചുള്ള എൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് മിക്കതും ഞാൻ യൂസ് ചെയ്തു. എനിക്ക് നല്ല അഭിപ്രായമാണ്, നല്ലതുമാണ്. അതുകൊണ്ട് എനിക്ക് അലർജീസോ അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നിയില്ല. എനിക്കാണെങ്കിൽ മേക്കപ്പ് ഞാൻ ചെയ്തിട്ട് എനിക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എനിക്ക് കുറച്ച് മേടിച്ച് നോക്കാൻ താല്പര്യമുള്ളതെന്ന് പറയുന്നത് ഷീ ഗ്ലാമിൻ്റെ കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ്. ലിപ്സ്റ്റിക്കുകൾ നല്ല ഞാൻ കുറച്ച് കണ്ടുവച്ചിട്ടുണ്ട്. അലോഷിക്ക് ഇഷ്ടപ്പെട്ടോ? അലോഷിക്ക് ഈ ഷീ ഗ്ലാമിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയേണ്ടത്? വീണ്ടും കാണും വരെ ടേക്ക് കെയർ. Bye bye. Ta-ta. Okay. Ta-ta.